എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ശക്തിബോധി ഗുരുകുലത്തിൻ്റെയും പ്രോഗ്രസ് ബുക്ക് ഹൗസിൻ്റെയും ആഭിമുഖ്യത്തിൽ തുടങ്ങിയ പുതിയ പങ്ക്തിയാണ് പുസ്തകക്കൂട്ട്. ഇതിൽ നമ്മൾ എല്ലാവരും വായനക്കാരായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, എല്ലാവരും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പുസ്തകമാണ്. ആനി എർണോ എന്ന് പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരിയുടെ ദ പൊസഷൻ എന്ന് പറഞ്ഞ പുസ്തകം. പൊസഷൻ ഇത് നോബൽ പ്രൈസ് വിന്നിംഗ് പുസ്തകമാണ്. 2022. ഇത് ഈ എഴുത്തുകാരിയുടെ ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ മെമ്മോർ തന്നെ പറയാം. ഇതിൽ അവരനുഭവിച്ച സംഘർഷങ്ങളും വേദനകളും സന്തോഷങ്ങളും പിന്നെ മാനസിക പിരിമുറുക്കങ്ങളും എല്ലാം തന്നെ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ അവർ എഴുതി തയ്യാറാക്കിയ പുസ്തകമാണ്. ഇത് വെറും 60 പേജുള്ളൂ. എന്നാലും ഇതിന് 300ഓളം വില വരുന്നുണ്ട്. അപ്പോൾ ഈ എഴുത്തുകാരിയെ പറ്റി പറയുകയാണെങ്കിൽ, ഷീ ഈസ് എ ഫ്രഞ്ച് റൈറ്റർ. ഈ പുസ്തകത്തിൽ അവരുടെ ദാമ്പത്യം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. ആദ്യം തന്നെ അവർ പറയണത് ദാമ്പത്തിക ജീവിതം വളരെ അലസമായി തോന്നുന്നതാണ്. അത് കഴിഞ്ഞ 8 വർഷം മുതൽ ഭയങ്കര ബോറടിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആള് പിരിയാൻ തീരുമാനിക്കുകയാണ്. ആളുടെ ഹസ്ബൻഡിനോട് പിരിയണ പറ്റി സംസാരിച്ച് ഇങ്ങനെ ഒരു ധാരണയിലെത്തുകയാണ്. അപ്പോൾ പിരിഞ്ഞാലും പക്ഷേ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒന്നും തന്നെ മുടക്കം വരുത്താറില്ല. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ ഈ എഴുത്തുകാരിയുടെ ഭർത്താവ് പറയുകയാണ്, ഞാനൊരു വേറെ സ്റ്റുഡിയോയിലേക്ക് മാറുകയാണ്. അതങ്ങനെ പറയുമ്പോൾ എഴുത്തുകാരിക്ക് ഭയങ്കര വിഷമാവുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ സ്റ്റുഡിയോയിലേക്ക് വേറൊരു സ്ത്രീയുടെ കൂടെയാണ് അവർ മാറാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ അവരുടെ ഉള്ളിലൊരു ആദി വരാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ എന്നേക്കും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവലാതി പിടികൂടുകയാണ്. അത് ആലോചിച്ച് ആനിക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരണം. അവർക്ക് ഒന്നും തന്നെ ദിനചര്യകളും അല്ലാതെയും ജോലിയും ഒക്കെ തന്നെ ഒരു അപ്സൈഡ് ഡൗൺ ഒക്കെ തന്നെ താറുമാറായി വരികയാണ്. എന്നാൽ ഈ സ്ത്രീ ആനി അങ്ങനെ ഈ പുതിയ സ്ത്രീ ആരാന്ന് കണ്ടെത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ പിന്നാലെ എല്ലാവരെയും കോൾ ചെയ്യുന്നതും അല്ലാണ്ടും പല സ്ഥലത്തും സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം വിചാരിക്കുകയാണ്, എനിക്ക് എന്താ പറ്റണം, എനിക്ക് എന്തത്ര വേവലാതി. അവർ പിരിയാൻ തീരുമാനിച്ചത് തന്നെ ആനി പറയുന്ന അനുസരിച്ചിട്ടാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്ര വിഷമം എന്നൊക്കെ തോന്നി. എൻ്റെ ഉള്ളിൽ തന്നെ ഒരു തരം പകയും വിദ്വേഷവും ആ സ്ത്രീയോട് ഇങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ് ആനി ചെയ്യുന്നത്. അവൾ പാരീസിൻ്റെ വഴികൾ കൂടെ നടന്നു വരുമ്പോഴും
അല്ലാതെയും ആരും ഇല്ലാത്തതിൻ്റെ വിഷമം അനുഭവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് അവളൊരു പണ്ടത്തെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തുകയും അവരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതവൾ മനഃപൂർവ്വമായി ചെയ്യിക്കും. പക്ഷേ അവൾക്ക് ആ സന്തോഷം ആയിട്ട് ആ അനുഭവം കാണാൻ പറ്റുന്നില്ല. അവളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു മദ്യവും അല്ലെങ്കിൽ മയക്കുമരുന്നും ഒന്നും തന്നെ പരിഹാരമാവുന്നില്ല. ഈ സമയത്ത് ആനി പല 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 ചെറിയ ഘട്ടങ്ങളിലായിട്ട് എയ്ഡ്സ് ടെസ്റ്റും പോലും ചെയ്യാറുണ്ട്. ഇതൊക്കെ മടുത്ത് അവൾ പിന്നെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവളും ഭർത്താവുമായി കൂടെ യാത്ര ചെയ്ത സ്ഥലത്തേക്കൊക്കെ ആനി സഞ്ചരിക്കുകയാണ്. അവൻ്റെ പഴയ ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. പഴയ സന്തോഷങ്ങൾ, 1-2 അനുഭവങ്ങളൊക്കെ അവർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ഇതിലൊന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം ആനി തീരുമാനിക്കുകയാണ്, ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണോ അതോ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞു തീർക്കണോ അതോ ഇതൊക്കെ ഒന്ന് എഴുതി കുറിച്ച് കാറ്റിൽ പരത്തിക്കളയണമെന്ന് അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ആനി എഴുതാൻ തീരുമാനിക്കുന്നു. എഴുതി കഴിയുമ്പോൾ ഈ പുസ്തകത്തിന് പേരിടുന്നു പൊസഷൻ. എന്തുകൊണ്ടാണ് ഈ പേരിടുന്നത്? അവൾ അല്ലാതെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ഭർത്താവില്ല, സുഹൃത്തുക്കളില്ല. പക്ഷെ അവൾ എഴുതിയതിനോട് അവൾക്കൊരു മമത തോന്നാണ്. അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം അനുഭവിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ വരാൻ കാരണം എന്നെ സംബന്ധിച്ച് അത് അവളെ തന്നെ കണ്ടെത്തിയ കാരണമാണ്. അവളെ തന്നെ കണ്ടെത്തിയപ്പോൾ അവളെന്നെ പൊസഷൻ എന്ന് പേരിട്ടു. ഈ പുസ്തകം വേറൊരു മെസ്സേജും കൂടി നൽകുന്നുണ്ട്. നമ്മുടെ മനുഷ്യന്മാർ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു പോവാണ്. യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യുവാക്കൾ മദ്യം, ലഹരി, പിന്നെ ലൈംഗിക ബന്ധം ഇതൊക്കെ വളരെ സാധാരണമായി കണ്ടുകൊണ്ടുവരികയാണ്. ഇത് അതിൻ്റെ കൂടി ഒരു തിരിച്ചറിവായിട്ടാണ് എനിക്ക് ഈ പുസ്തകം തോന്നുന്നത്. ഞാൻ വായിച്ച പുസ്തകമാണ് ഇത്. നിങ്ങളേവരും പുസ്തകക്കൂട്ടിലേക്ക് ഇങ്ങനത്തെ ഓരോ പുസ്തകം വായനയുടെ വീഡിയോസ് അയച്ചു തരാം. നമുക്ക് നമ്മുടെ ശക്തിഭൂതി ഗുരുകുലത്തിൻ്റെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.